അപ്പോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് പറയുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ മിസ്സും പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ 10th ആണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് വന്നു. നമ്മൾ ഇത്രയും LKG മുതൽ നമ്മൾ പഠിക്കുന്നതിന്റെ, അതായത് 12 വർഷത്തെ പഠനത്തിന്റെ പരിസമാപ്തി വരാൻ പോവുകയാണ് 10th ക്ലാസ്സിൽ. അപ്പൊ നിങ്ങളിപ്പോ 8th സ്റ്റാൻഡേർഡ് ഓൾറെഡി 8th സ്റ്റാൻഡേർഡ് എത്തിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇനി പഠനത്തിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം മറ്റുള്ള കുട്ടികളെ പോലെ അല്ലല്ലോ നമ്മള് മുതിർന്ന കുട്ടികളെ ഇപ്പോൾ ട്രൂലായിട്ടില്ലേ? വലിയ കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് വേണം ചെറിയ കുട്ടികളെ ഇനി പഠിക്കാൻ. അപ്പോ ചെറിയ LKG കുഞ്ഞുങ്ങളെല്ലാം ഇനിയിപ്പോ നിങ്ങൾ റെഗുലർ ക്ലാസ്സിന് വരുവാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ടാ പഠിക്കുക. ഏതോ ഒരു കുട്ടി എന്നോട് കഴിഞ്ഞ വർഷം, കഴിഞ്ഞല്ല നമ്മൾ ആ കൊറോണ വരുന്ന വർഷം LKGയിലെ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഹരിനന്ദേട്ടനെ കണ്ടിട്ടാ പഠിക്കുന്നു. അപ്പോ നിങ്ങള് വളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? മോന്തായം വളർന്ന 64 വളയെന്ന് പറഞ്ഞ രീതിയിലാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളെ കണ്ടിട്ട് ഇനിയിപ്പോ ഫെയ്ത്തിനെ പോലെ അല്ലെങ്കിൽ ശ്രീദേവിനെ ഏട്ടനെ കണ്ടിട്ടാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്നാണ്, അതുപോലെ ആവാൻ, അവരെ പോലെ ആവാൻ എന്നുള്ള രീതിയിലാണ് കുട്ടികള് നോക്കുക അല്ലെ? അപ്പൊ നിങ്ങളുടെ അനിയത്തിമാരായാലും അനിയന്മാരായാലും ഒക്കെ അതെ, ഏട്ടനെ ആയിരിക്കും ഇനിയിപ്പം റോൾ മോഡലായി കാണുക അല്ലെ? അച്ഛനെ അമ്മേനെ കാണിയൊക്കെ അവര് കാണുന്നുണ്ടാവുക റോൾ മോഡലായിട്ട് ഏട്ടന്മാരെന്ത് ചെയ്യുന്നു എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങള് മൊബൈൽ ഗെയിമും മൊബൈൽ യൂസ് ചെയ്യും അല്ലെങ്കിൽ ലാപ്ടോപ്പില് കളിയെല്ലാം ഒക്കെയാ കാണുന്നെങ്കിൽ എന്തായിരിക്കും? ചെറിയ കുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഏട്ടന് അതിലെല്ലാം വലിയ ഭയങ്കരമാണ്, സംഭവമാണ്, എനിക്കും അതന്നെ ആയിരുന്നു നല്ലത് എന്നുള്ള തോന്നൽ വരും. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വളരാൻ തീരുമാനിക്കുക കേട്ടോ. നിങ്ങളെ കണ്ടിട്ട് വേണം ചെറിയ കുട്ടികൾ പഠിക്കാൻ. അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ആകരുത്, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. 8th ക്ലാസ് ആണ്, അപ്പൊ അതിൻ്റെതായ സീരിയസ് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് കുറേയേറെ പഠിക്കാനുണ്ട് അല്ലെ? അപ്പോ നമുക്ക് ഇന്ന് മലയാളമാണ് പഠിക്കാനുള്ളത്. മലയാളം പിന്നെ സിമ്പിൾ ആണല്ലോ, നിങ്ങളെ കാര്യം വെച്ച് നോക്കിയ ഒരുപാട് വലിയ ഇത്രയില്ല ബുക്സ് പഠിക്കുന്നിടയിൽ ഒരു ചെറിയ കുഞ്ഞു ബുക്കാണ് നമ്മളത്. അപ്പൊ മിസ്സിനെ പോലെ തന്നെ ചെറിയ കുഞ്ഞു ബുക്കാണ് നിങ്ങളെ പോലെ അല്ലെ? അപ്പൊ പഠിക്കാൻ വലിയ ടഫ് ഒന്നല്ല. അപ്പൊ എഴുത്തന്നേരം മനസ്സിൽ വിചാരിക്കുകയാണ്, അയ്യോ മലയാളമാണ് എനിക്ക് ഏറ്റവും കടുപ്പം, ബാക്കി ഇംഗ്ലീഷ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെ? അപ്പോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഇത് സിമ്പിൾ ആണ്. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കും അത് സിമ്പിൾ അല്ലേ, അപ്പൊ അത് പഠിക്കുന്നു വേണ്ടല്ലോ വിചാരിക്കും. പക്ഷെ അങ്ങനെ കണ്ടാ പോരെ കേട്ടോ. 10th ക്ലാസ് ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മലയാളം ഏതെങ്കിലും ഒരു സബ്ജക്ട് നല്ലതുപോലെ, എല്ലാ സബ്ജക്റ്റിലും മലയാളവും പെടും. മലയാളം ഹിന്ദിയാ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നത് കുഴപ്പമില്ലായിരിക്കാം, അപ്പൊ എന്നാലും പഠിക്കേണ്ടി വരും. അപ്പൊ നല്ലതുപോലെ പഠിക്കണേ. നമുക്ക് നമ്മുടെ ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും? നിങ്ങളെ പോലെ ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോ എന്താണ്? അമ്മ മലയാളം അല്ലെ? എന്താണ് പേര്? അമ്മ മലയാളം. അപ്പൊ അതിന്റെ ഫസ്റ്റ്, അതിന് മുന്നേ പറയേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ബേസ് ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല. എഴുതുമ്പോ വഴി മാറിപ്പോയാൽ ആകെ മാറും, വായിക്കുന്നതേ തെറ്റും അല്ലേ? ഞാൻ ഏതോ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ പോലെ തെങ്ങ് തൊങ്ങാവേ. അതുകൊണ്ട് ചിഹ്നങ്ങൾ മാറിപ്പോയാല് മലയാളം വായിക്കുമ്പോ ഇത്ര ഒരു വൃത്തികെട്ട ഭാഷയാവുകൊണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ ചിഹ്നങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പോ ആദ്യത്തെ പാഠം എന്താണ്? ആരെങ്കിലും മറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നോ? വർഷകാല വർഷണം. വർഷകാല വർഷനാണോ? വർണ്ണനം അല്ലെ? വർഷകാല വർണ്ണനം എന്നാണ് ആദ്യത്തെ നമ്മുടെ പോയം അല്ലെ? അപ്പൊ കുറച്ച് വരികളിലുള്ള ഒരു കുഞ്ഞു പാഠം, അത്രയേ ഉള്ളൂ. കുറച്ച് ഇത്ര പോലെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ പാട്ടുകള്. ഓക്കെ, വർഷകാല വർണ്ണനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വർഷകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷകാലം അറിയോ? ഓക്കെ, വർഷം, കാലവർഷം അല്ലെ? അപ്പൊ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ അറിയോ? വേനൽക്കാലം അറിയാം അല്ലെ? ഓക്കെ. അപ്പൊ ഇന്നൊക്കെ മഴ ഉണ്ടായിരുന്നു അല്ലെ നമുക്ക്? അപ്പൊ വർഷകാല വർണ്ണനം എന്നാണ്. ടോട്ടൽ ഒരു 18 പാഠം നമുക്കുണ്ട്, പിന്നെ കുറച്ച് വ്യാകരണം. കഴിഞ്ഞ വർഷം ഓൾറെഡി നമുക്ക് 18 പാഠം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയൊരു സംഭവം നല്ലായിരുന്നു. അപ്പൊ നിങ്ങള് ഇജാസ് ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത് മോനെ? ഞാൻ സെന്റ് ജോസഫില്. അപ്പൊ 5th വരെ ഉള്ളൂ അല്ലെ അവിടെ ഹോളി ഫെയ്ത്ത്? അത് കഴിഞ്ഞ കേരള സിലബസിലേക്കാണ് അല്ലെ? ഇതായിരിക്കില്ല, ഹോളി ഫെയ്ത്തിന്റെ ആയിരിക്കില്ല ഉണ്ടായിരുന്നത്, കേരള സിലബസിന്റെ ആയിരിക്കും അല്ലെ?
ഓക്കെ. അപ്പൊ അവിടെ 5th വരെ ഹോളി ഫെയ്ത്ത് തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഹോളി ഫെയ്ത്ത് ആ ഉള്ളത്. ഇപ്പൊ ശ്രീദേവും വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലേ? ഓക്കെ. ആ, അതിനു മുന്നേ നിങ്ങൾക്ക് അക്ഷരങ്ങൾ നല്ലപോലെ അറിയോ? എല്ലാ അക്ഷരങ്ങളും, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എന്നെല്ലാം പറഞ്ഞ സംഭവം ഉണ്ട്, അറിയോ? ഓക്കെ, എല്ലാവർക്കും അറിയോ? സംശയം ഉണ്ടോ ശ്രീദേവേ? അക്ഷരങ്ങളൊക്കെ അറിയാം, വായിക്കാനും അറിയാം. അക്ഷരങ്ങളും അറിയാം, വായിക്കാനും അറിയാം, എഴുതാൻ അറിയില്ലേ? എഴുതുമ്പോ സ്പെല്ലിംഗ് ചിഹ്നങ്ങളിലേക്ക് വരുമ്പോ ആണ് പ്രശ്നം. മിസ് നേരത്തെ പറഞ്ഞ പോലെ വായിക്കുന്നതേ തെറ്റുമ്പ, പക്ഷെ ചിഹ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആകെ എന്തോ വൃത്തികേടായി വായിക്കുന്നത് അല്ലേ? ചിഹ്നങ്ങൾ ഒരു കാരണവശാലും മാറരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ അക്ഷരങ്ങളും അറിയാ, വായിക്കാനും അറിയാന്ന് പറഞ്ഞു ശ്രീദേവ്. അപ്പോ എന്താണ് ചിഹ്നങ്ങൾ പഠിക്കാനുള്ള സൂത്രം എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾ ഈ അക്ഷരങ്ങളൊക്കെ അറിയാലോ, നിങ്ങൾക്ക് കാ ച ട ത പ എന്ന് വരുന്നത് എല്ലാം അറിയാലോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയോ? ക ച ട ത പ യ ര ല വ ശ ഷ സ ഹ ള ഴ റ ഇത്രയും അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ചിഹ്നങ്ങൾ എഴുതുക. എങ്ങനെയാ? ഇപ്പൊ കായാണ് കാ കാ, കീ കീ, അത് വെച്ച് മുഴുവൻ മനസ്സിലായോ സംഭവം എങ്ങനെയാന്ന്? അതുപോലെ എല്ലാ അക്ഷരങ്ങളും എഴുതി നോക്കുക. അങ്ങനെ എഴുതി 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 അറിവാകുമ്പോ നിങ്ങൾക്ക് എന്താവും? ചിഹ്നങ്ങള് ഒരു വിഷയം ഇല്ലാണ്ടാവും. എഴുതണം, എഴുതാതിരുന്നാലാവില്ല. ചിഹ്നങ്ങൾ എഴുതി എഴുതി നോക്കണം. എല്ലാ അക്ഷരവും വെച്ച് നിങ്ങൾ ചിഹ്നങ്ങൾ എഴുതി നോക്കണം അല്ലേ? ഓക്കെ. അപ്പൊ വർഷകാല വർണ്ണന എന്ന ഈ പാഠം അത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഒരു 2 ലൈൻ ബുക്ക് കൂടി തന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷിന് ഒരു 4 ലൈൻ ഉണ്ട്, ഹിന്ദിക്ക് ഒരു 2 ലൈൻ ബുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ? സിംഗിൾ ലൈൻ കൂടാതെ ഒരു 2 ലൈൻ തന്നത് എന്തിനാന്നറിയോ? നിങ്ങള് അതിന്റെ ഫസ്റ്റ് പേജ് ഇന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതെടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് പേജില് സ്വരാക്ഷരങ്ങൾ ഹെഡിങ് എഴുതി സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് ഒരു പേജിൽ എഴുതി. ഒരു പേജില 2 പേജ് നിങ്ങൾക്ക് തന്നോട്ടെ, അധികം ഒന്നും ആവൂലല്ലോ. ഹോംവർക്ക് ഇല്ല അല്ലെ? കുറച്ചേ ഉള്ളൂ അത്. അപ്പൊ അതിന്റെ അപ്പുറത്തെ പേജിൽ ആദ്യത്തെ പേജ് നിറയെ സ്വരാക്ഷരങ്ങൾ എഴുതുക. നിറയെ കാണാതെ എഴുതേണ്ടത്, അപ്പുറത്ത് എഴുതി പഠിച്ചത് വേണം ഇപ്പുറത്ത് എഴുതാൻ. അത് നോക്കി 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 എഴുതിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കുറെ മിസ് 2 പേജ് എഴുതാൻ പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ 2 പേജ് എഴുതാന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. പഠിച്ചതാണ് എഴുതേണ്ടത്, പഠിക്കാനാണ് എഴുതുന്നത്. വെറുതെ ഇങ്ങനെ ചിലവരുണ്ട് താഴെ വരെ എഴുതി അടുത്തതാ അങ്ങനെ എഴുതിയിരുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ എഴുതുന്നത് പഠിച്ച് പഠിച്ച് പറഞ്ഞുകൊണ്ട് എഴുതുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പേജിൽ സ്വരാക്ഷരങ്ങൾ എഴുതുക ആ കോപ്പി ബുക്കില്. രണ്ടാമത്തെ പേജില് വ്യഞ്ജനാക്ഷരങ്ങളിൽ ഹെഡിങ് എഴുതിയിട്ട് എഴുതാനറിയോ? വ്യഞ്ജനാക്ഷരങ്ങൾ എന്നുള്ള നീജായാണോ ജാനായാണോ എന്നുള്ള സംശയം ഉണ്ടോ? അപ്പൊ അത് വ്യഞ്ജനാക്ഷരങ്ങളിൽ ഹെഡിങ് എഴുതി അത് എഴുതുക. ഓക്കെ. അപ്പൊ 2 പേജിലുള്ള ഹോംവർക്ക് 2 ലൈൻ ബുക്കിലല്ലേ? 2 ലൈൻ ബുക്കില്. ആ 2 ലൈൻ ബുക്കിൽ എഴുതുമ്പോണ്ടല്ലോ ഫെയ്ത്തെ 2 ലൈനും ടച്ച് ചെയ്യണം. കുഞ്ഞിങ്ങനെ എഴുതിയാ പോരാ, ആ 2 ലൈനും ടച്ച് ചെയ്തിട്ട് തന്നെ കോപ്പി എഴുതും പോലെ എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ അത് നാളത്തെ അടുത്ത ക്ലാസ്സിലേക്കുള്ള കാര്യമാണ്. ഹോംവർക്ക് ചെയ്തു വെക്കേണ്ടത്. 2 ലൈൻ ഒന്ന് പൊങ്ങി കാണിച്ചേ. ഓക്കെ, അത് തന്നെ 2 ലൈൻ. അപ്പൊ അതിലാണ് നിങ്ങൾ കോപ്പി ചെയ്തേണ്ടത്. അപ്പൊ സ്വരാക്ഷരങ്ങളിൽ ഫസ്റ്റ് പേജിൽ എഴുതുക, മേലെ ഹെഡിങ് എഴുതുക. ഒരു വരി അതിന് വെറുതെ കളയണ്ട. അവിടുന്ന് അങ്ങോട്ട് ഈ ഇന്നത്തെ നിങ്ങളുടെ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് കൂട്ടിട്ട് എഴുതുക. അടുത്ത പേജില് കക്ക കക്കങ്ങ എഴുതുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് വർഷകാല വർണ്ണനം എന്ന ഈ പാഠം ഒന്ന് ആരുടേതാണ് നോക്കാലോ. ആരുടേതാ? എല്ലാരും ഒന്ന് മനസ്സിൽ നോക്കിയിട്ടുണ്ടോ? അവര് നിവർത്തി നോക്കിയിട്ടുണ്ടോ? ചെറുശ്ശേരി അല്ലെ? ചെറുശ്ശേരി നമുക്ക് സുപരിചിതമാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ 7th സ്റ്റാൻഡേർഡില് കുറേയേറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്ത് കുറെ അദ്ദേഹത്തിന്റെ കവിതകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുശ്ശേരിനെ കുറിച്ച് നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട്. 3 മഹാരഥന്മാർ പഠിച്ചോർമ്മയുണ്ട് ഒരു പാഠം? ചില ആളൊന്നും ഉണ്ടായിട്ട ക്ലാസ്സില്. ഷോണിന് വേഗം ഓർമ്മയുള്ളത്. അപ്പൊ 3 മഹാരഥന്മാർ എന്ന അതിലും നമ്മൾ ചെറുശ്ശേരിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോ ചെറുശ്ശേരി പിന്നെ ആരൊക്കെയാണ്? പിന്നെ അത് പറയുന്ന സമയത്ത്
മിസ് എല്ലാ ദിവസവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ആധുനിക കവിത്രയങ്ങളും പ്രാചീന കവിത്രയങ്ങളെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ പഴയ ഇപ്പൊ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരാണ്, 3 കവികളാണ് കവിത്രയങ്ങൾ. അപ്പൊ ആരൊക്കെയാണ്? ആർക്കറിയാം? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, വെരി ഗുഡ്. എഴുത്തച്ഛൻ. ഓക്കെ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ ഇവരാണ് പ്രാചീന കവിത്രയങ്ങൾ. അപ്പൊ അതിൽ പ്രാചീന കവിത്രയങ്ങളിൽ പെട്ട ഒരാളാണ് ആര്? ചെറുശ്ശേരി. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠഭാഗം എഴുതിയാണ് അല്ലെ? ചെറുശ്ശേരി. അപ്പോ ചെറുശ്ശേരി എന്താണ്? നമ്മൾ പ്രാചീന കവിത്രയത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് ആധുനിക കവിത്രയത്തെ ഒരു കാരണവശാലും മറക്കാൻ പറ്റില്ല. അപ്പൊ അവരാരാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം അല്ലെ? നമ്മള് ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങള്? വെല്ലോപ്പിള്ളി. ആധുനിക കവിത്രയങ്ങൾ ആര്? വെല്ലോപ്പിള്ളി ശ്രീധരമേനോനല്ല. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും അല്ലെ നിങ്ങൾക്ക് എന്നെ കേട്ട് തഴഞ്ഞ കാര്യം, എന്നാലും അത് വൈകാട്ടല്ല. ഉള്ളൂർ എസ് പരമേശ്വരൻ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നെക്സ്റ്റ് വള്ളത്തോൾ നാരായണ മേനോൻ. നെക്സ്റ്റ് ഒരാൾ കൂടി ഉണ്ട്. ഇജാസിനെ അറിയില്ല അതൊന്നും? ആശാൻ. ഓക്കെ, ആശാൻ, കുമാരനാശാൻ. അപ്പൊ ആരൊക്കെയാണ്? നിങ്ങൾ എന്തായാലും 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ നോട്ട് ചെയ്തോ, ഒരു റഫ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. എന്ത്? ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങൾ? അപ്പൊ മേലെ എഴുതുക പ്രാചീന കവിത്രയങ്ങൾ എഴുതി അതിന് താഴെ എഴുതുക 3 പേര്. ആരൊക്കെ? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. യെസ്, പറഞ്ഞു മോനെ. നോട്ടിലേക്ക് എഴുതണം. നോട്ടിലേക്ക് എഴുതണമെന്നില്ല. നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു റഫ് ബുക്ക് ഉണ്ടാവൂലേ ഇങ്ങനെ എല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടി? ഉണ്ടോ? അതിലെഴുതിയാലും മതി. ഓക്കെ. അപ്പൊ പ്രാചീന പഴയ നമ്മുടെ ബുക്കിലെല്ലാം ബാക്കിയുള്ള കടലാസ് വെച്ചിട്ട് ഞാൻ നോട്ട് ആക്കുക. അപ്പൊ അതിലെഴുതി വെക്കാം. എന്ത്? പ്രാചീന ഓക്കെ, പ്രാചീന കവിത്രയങ്ങൾ എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. മിസ് മറ്റേ കോപ്പിറൈറ്റിന്റെ ലാസ്റ്റ് പേജിൽ എഴുതിയാൽ മതിയില്ലേ? കോപ്പിറൈറ്റിംഗിന്റെ ലാസ്റ്റ് പേജില് മനസ്സിലായില്ല മിസ്സിന്? മിസ് 2 ലൈൻ ബുക്കിന്റെ ലാസ്റ്റ് പേജിൽ എഴുതിയാ പോരെ? 2 ലൈൻ ബുക്കിന്റെ. എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ നോട്ട്ബുക്കില്ലേ 2 ലൈൻ ബുക്ക് നമുക്ക് കോപ്പി ചെയ്താൻ വേണ്ടേ? നോട്ട്ബുക്കിന്റെ പിറകുവശത്ത് എഴുതി വെച്ചോ വേണമെങ്കിൽ. മതിയാവൂല അല്ലെ? നോട്ട്ബുക്ക് വാങ്ങിയില്ല. ഇല്ല അല്ലെ? ഷോൺ നോട്ട് ബുക്ക് ഇന്നലെ ടെക്സ്റ്റ് കിട്ടിയോ ഷോണിന് ഇന്നലെ? എവിടെയായാലും നിങ്ങൾക്കത് ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയായാലും അത് സൂക്ഷിച്ചു വെക്കുക. എപ്പോ ആവശ്യമുള്ള സാധനമാണ്. ഈ 8ാം ക്ലാസ്സിൽ മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് അവിടെ ആവശ്യമുള്ള സാധനമാണ് അത്. ഓക്കെ. അപ്പൊ ഏതാണ്? പ്രാചീന കവിത്രയങ്ങള് എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആധുനിക കവി. അല്ല, അതെഴുത്. പ്രാചീന കവിത്രയങ്ങൾ ആദ്യം എഴുത്. എന്നിട്ട് എന്ത് എഴുതണം? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? എഴുത്തച്ഛൻ. എഴുത്. അതിന് നേരെ വരച്ചിട്ട് എഴുതുക കിളിപ്പാട്ട് പ്രസ്ഥാനം. അപ്പോ എഴുത്തച്ഛന്റെ ഫുൾ നെയിം എങ്ങനെയാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഒന്നുകൂടെ പറയാമോ? യെസ്, പറയാം. എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനം എഴുത്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എഴുത്തച്ഛൻ. പിന്നെ അദ്ദേഹത്തിന്റെ പൂർണ്ണ ഫുൾ നെയിം എന്താണെന്നറിയോ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ? രാമാനുജൻ എഴുത്തച്ഛൻ. നിങ്ങൾ 8ാം ക്ലാസ്സിലാണേ. എങ്ങനാ? എന്തെല്ലോ ആവും അല്ലെ? പിന്നെ തുഞ്ചത്ത്
നിങ്ങൾ 8ാം ക്ലാസ്സിലുള്ളവർക്ക് എങ്ങനെയാ സാധാരണ നോട്ടൊക്കെ തരുമെന്നറിയാ? ഇങ്ങനെ പറയില്ല ക്ലാസ്സിൽ, എഴുതി തരുന്നില്ല, ഇങ്ങനെ വായിക്കും ഇതുപോലെ. അങ്ങനെയൊക്കെ പണ്ടുള്ള പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ എഴുതിയത്. 7ാം ക്ലാസ് മുതലെല്ലാം അങ്ങനെയല്ലേ. എന്ന് നോട്ട് ഇങ്ങനെ ടീച്ചർ വായിക്കും, നമ്മൾ എഴുതി എടുത്തു പോവാം. ഓക്കെ. ചില ഇതൊക്കെ ഞങ്ങൾക്ക് പറയുകയോ ചെയ്യുന്നേ 6ാം ക്ലാസ് മുതൽ. 6ാം ക്ലാസ് മുതലേ അങ്ങനെയായിരുന്നു നമുക്കൊക്കെ ചെറിയ പഴയ കാലത്ത്. ഇങ്ങനെ നോട്ട് ഇങ്ങനെ ടീച്ചർ പറയും, അപ്പൊ നമ്മൾ മിസ് 6ാം ക്ലാസ്സിൽ സ്കൂളിലായതുകൊണ്ട് അടുത്തുള്ളവര് നല്ലവരാരെങ്കിലും എഴുതുന്നുണ്ടെങ്കിലോ അക്ഷരങ്ങൾ തെറ്റാതെ. ഞങ്ങൾ അവിടെ നോക്കി എഴുതും. എവിടെ നല്ലപോലെ എഴുതുന്നവരുണ്ടോ? സ്കൂളിൽ നിന്ന് നമുക്ക് എങ്ങനെയായിരുന്നല്ലോ ഈ അടുത്ത് ഇരിക്കുന്നവരെ എനിക്കൊന്നാവില്ലോ നോക്കി എഴുതാൻ. നോക്കി എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും തരില്ല, ഒന്നും മനസ്സിലാവില്ല. കാരണം എന്താ പറയാ, അങ്ങ് ടീച്ചർ അങ്ങ് എത്തിയിട്ടുണ്ടാവും, നമ്മൾ ഇപ്പുറം നോക്കാൻ നിന്നാ പിന്നെ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്താണ്, നമുക്ക് എന്ത് കാര്യമുണ്ടല്ലോ സ്വന്തം അറിയാനുള്ള ഒരു ഇതുണ്ടാവണം, വ്യഗ്രതയാണ്. എന്തുകൊണ്ടാന്നറിയാം, നമുക്ക് മറ്റുള്ളവരെ നോക്കിയിട്ട് എത്രയായാലും അതൊരു ശരിയാവില്ല. എന്താ പറയാ, നമ്മൾ നോക്കുന്ന സമയത്തും കൊണ്ട് ഈ ടീച്ചർ പറഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടാവും, അതൊട്ട് കണ്ടിട്ടും ഉണ്ടാവില്ല, അല്ലേ? ഞങ്ങളോട് അടുത്തുള്ളവരുടെ നോക്കി എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുള്ള് എഴുതുന്ന ഫുള്ള് പിന്നെ ടീച്ചർ കറക്റ്റ് ആക്കേണ്ടി വരുമോ? അതെ അല്ലേ. നമ്മൾ പിന്നെ എഴുതി കൊടുക്കുക ചെയ്തത് 7ാം ക്ലാസ് വരെ കഴിഞ്ഞ വർഷം എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പിന്നെ വാട്സാപ്പിലായതുകൊണ്ട് നിങ്ങൾക്കും എഴുതി തന്നു മിസ്. എല്ലാം എഴുതി തരുമല്ലേ ചെയ്തത് കഴിഞ്ഞ വർഷം? കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്ക് ഉണ്ടോ? മിസ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നത് നല്ലതായിരുന്നു. ഞാൻ തന്ന നോട്ട് തന്നെ ഇല്ലേ എനിക്ക്? അത് പറയുമ്പോ ഫുൾ നെയിം പറഞ്ഞില്ല. പറയാം. എഴുത്തച്ഛന്റെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിക്കോ. തുഞ്ചത്ത് താക്ക് ഊച്ചിനുടണം, ഇഞ്ച എഴുതണം, സഞ്ചി നല്ലിലെ ഇഞ്ച എഴുതണം. തുഞ്ചത്ത് ഇട്ട എഴുതണം, ചന്ദ്രകല എഴുതണം. ഓക്കെ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയോ? എഴുത്തച്ഛന്റെ ചായ ഏതാ? എഴുത്തച്ഛൻ അച്ഛൻ എഴുതുന്ന ച ട്ടോ, ഇച്ചായല്ല, സാധാരണ ഇച്ചായല്ല. അച്ഛൻ നമ്മൾ എഴുതൂലേ ചീച്ച, സാധാരണ ചായ ഇട്ടു, ചന്ദ്രക്കല ഇട്ടു, രണ്ടാമത്തെ ചായ എന്ന് എഴുതുന്ന ചായ. മനസ്സിലായോ? ഇതൊക്കെ നോട്ടിലാണ് എഴുതുന്നത്. തുഞ്ചത്ത് നോട്ടിൽ എഴുതുന്ന ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ വൃത്തി എഴുതി സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് ആവശ്യത്തിൽ ഇനി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഞാൻ വേണമെങ്കിൽ അതുകൂടി ഒന്ന് നോട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നിങ്ങൾ എഴുതി വെച്ചോ. അടുത്ത നമ്മളെ നോട്ട്സ് തരുന്ന സമയത്ത് എഴുതാൻ നോക്കാം. അപ്പൊ എഴുതിയിപ്പം വെക്കണം എന്തായാലും. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എന്താണ് എഴുത്തച്ഛന്റെ കഴിയുമ്പോ വായിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. എഴുത്തച്ഛന്റെ ഫുൾ നെയിം എന്താണെന്ന് പറഞ്ഞേ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ. രണ്ടാമത്തെ ആള് കുഞ്ചൻ നമ്പ്യാർ. എഴുതിയോ? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. എഴുത്തച്ഛൻ ആരാ പറഞ്ഞ നമ്മള്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഓക്കെ, മനസ്സിലായില്ലേ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. തുള്ളൽ താക്ക് ഊച്ചിനിടുക, ഇള്ള എഴുതുക, ഇല്ല. തുള്ളൽ പ്രസ്ഥാനം എഴുതുക. തുള്ളൽ പ്രസ്ഥാനം. അടുത്ത ചെറുശ്ശേരി. ചെറുശ്ശേരിക്ക് എന്താ പ്രത്യേകത? കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം എഴുതിയതാണ് ആര്? ചെറുശ്ശേരി. എഴുതിക്കോ, കൃഷ്ണഗാഥ. ചെറുശ്ശേരിക്ക് നേരെ എഴുതുക, കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം എഴുതിയാൽ, അല്ലെ? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയിൽ എന്താണ് പറയുന്നത് അൻമരിയ? കൃഷ്ണഗാഥയിൽ ആരുടെ കാര്യമാണ് വിവരിക്കുന്നത്? ആരെ പറ്റിയാണ് അതിൽ പറയുന്നത്? കൃഷ്ണഗാഥ എന്ന മഹാകാവ്യത്തില് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളെ പ്ലീസ്. അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ. കൃഷ്ണന്റെ, ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് അതിൽ വിവരിക്കുന്നത് കൃഷ്ണഗാഥയിൽ. അപ്പൊ കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം എഴുതിയത് കൊണ്ടാണ് ആര് ചെറുശ്ശേരി
ഇത്ര വലിയ ആളായത് അല്ലേ? ഓക്കെ, പ്രാചീന കവിത്രയത്തില് ഒരാളാണ് അദ്ദേഹവും. ഓക്കെ, അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ നേടി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി 3 പേരാണ്. അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? എഴുത്തച്ഛൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം എഴുതിയതാണ് ആര്? ചെറുശ്ശേരി. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ആള് ചെറുശ്ശേരിയാണ്. പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കാവ്യമാണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ചെറുശ്ശേരി. അടുത്ത ആധുനിക കവിത്രയങ്ങൾ ഞാൻ ഹെഡിങ് എഴുതി. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? എഴുതിക്കോ. ആശാൻ, കുമാരനാശാൻ. ആശാൻ എന്നതിന് മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ കുമാരനാശാൻ എഴുതിക്കോ. ഫുൾ നെയിം. മിസ് അവരുടെ പേരിന് എന്തെങ്കിലും വിശദീകരണം എഴുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. കുമാരനാശാൻ എഴുതിയോ? അടുത്തത് വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ആളാരി? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഫുൾ നെയിമാ ഞാൻ ഇപ്പൊ പറയുന്നത്. ഉള്ളൂർ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്ന് പറഞ്ഞാലും മതി. അപ്പൊ അവരവരെ 3 ആളെയും ഫുൾ നെയിമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. വെള്ളത്തോൾ നാരായണ മേനോൻ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ നദി എസ് എഴുതുക, പരമേശ്വരയ്യർ എഴുതിയോ? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അപ്പൊ ആശാൻ എന്താ അറിയപ്പെടുന്ന അറിയോ? ആശയഗംഭീരൻ. ആശാൻ ആശയഗംഭീരൻ. വള്ളത്തോൾ ശബ്ദസുന്ദരൻ. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ. ഉള്ളൂർ യെസ്. ഒന്നുകൂടെ പറയാമോ? ഈ ബാഗിൽ ഏതോ പുസ്തകം. ഒരു മിനിറ്റ് മക്കളെ. അടുത്തത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അല്ലെ? ആ 3 പേരാണ് ആധുനിക കവിത്രയങ്ങൾ. ഓക്കെ, എഴുതി വെച്ചില്ലേ നിങ്ങളെ മക്കളെ? എഴുതി വെച്ചില്ലേ? അപ്പോ അവര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പരമേശ്വരയ്യർ. അപ്പൊ അവർക്ക് ഓരോരോ വിശേഷങ്ങളുണ്ട്. എന്താണെന്നറിയോ? ആശാൻ ആശയഗംഭീരൻ. ആരാണ്? ആശാൻ ആശയഗംഭീരൻ അല്ലെ? അടുത്തത് ഉള്ളൂർ. അതിന് നേരെ എഴുതി വെക്കണേ മക്കളെ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഓക്കെ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ. വള്ളത്തോൾ ശബ്ദസുന്ദരൻ. ശബ്ദസുന്ദരൻ. ഓക്കെ അല്ലേ മക്കളെ? ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ. ഉജ്ജ്വല ശബ്ദാഢ്യൻ. പ്രാചീന ഇനി നിങ്ങള് പ്രാചീന കവിത്രയങ്ങളെ കുറിച്ചും ആധുനിക കവിത്രയങ്ങളെ കുറിച്ചും ഒന്നും ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല അല്ലെ? ഓക്കെ, ഒന്നുകൂടി മിസ് പറയണമെങ്കിൽ പറയാം. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആധുനിക കവിത്രയങ്ങള് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ? ആശാൻ ആശയഗംഭീരൻ എന്നറിയപ്പെടും. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ അല്ലെ? ഇങ്ങനെയാണ് അവരറിയപ്പെടുന്നത്.
അപ്പോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കവിത ആരതാ? ചെറുശ്ശേരിയുടെ അല്ലെ? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. കണ്ടോ? കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്ത വരികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വർഷകാല വർണ്ണന അല്ലെ? അപ്പൊ നമുക്ക് ഏകദേശം ഇനി ഒരു 3 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 2-3 തവണ ഒന്ന് അത് വായിച്ചിട്ട് വരണം. അടുത്ത ക്ലാസ്സിലേക്ക് ഒരു 3 തവണയെങ്കിലും അതൊന്ന് വായിക്കുക. ഓക്കെ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ബൈ. മിസ് Miss, ഹോംവർക്ക് copy എഴുതുമ്പോ പെൻസിൽ എഴുതിയാ മതിയോ? എന്താണ് മക്കളെ? കോപ്പി എഴുതുമ്പോ പെൻസിലിൽ എഴുതിയാ മതിയോ? കോപ്പി എഴുതുമ്പോ പെൻസിലുണ്ടോ? ആ പെൻസിൽ കൊണ്ട് എഴുതുന്നതിനും കുഴപ്പമില്ല. നിങ്ങൾക്ക് തടയാം, മായ്ക്കാം അല്ലെ? എവിടെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓക്കെ. മിസ് ഹോംവർക്ക് പേഴ്സണൽ ആയിട്ടാണോ വെക്കേണ്ടത്? ഏത് ഹോംവർക്ക് പേഴ്സണൽ ആയിട്ടാണോ വെക്കേണ്ടത്? പേഴ്സണൽ ആയിട്ടാണ് സെൻഡ് ചെയ്തല്ലേ കേട്ടാ? കാരണം ഗ്രൂപ്പിലാകുമ്പോ നിങ്ങള് അങ്ങ് ഓൾറെഡി ഒരുപാട് മെസ്സേജ് വരുമ്പോൾ അത് മുകളിലോട്ടായി നമ്മൾ കാണുക തന്നെ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു തരിക. ഓക്കെ? എല്ലാവർക്കും മിസ്സിന്റെ നമ്പർ അറിയാലോ? അറിയാം. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതിയിട്ട്, അതായത് 2 പേജിലാണ്. ഒരു പേജ് ഫുള്ള് സ്വരാക്ഷരങ്ങൾ എഴുതണം, അടുത്ത പേജില് ഫുള്ള് വ്യഞ്ജനാക്ഷരങ്ങളും എഴുതണം. വ്യഞ്ജനാക്ഷരങ്ങൾ ഫുള്ള് പറയാനില്ല, പിന്നെ 2-3 വരിയെ കാണും അല്ലേ? ഓക്കെ, ബൈ. മിസ് ഇപ്പൊ നമ്മള് സ്വരാക്ഷരം എഴുതി അതിന്റെ താഴെ തന്നെ വ്യഞ്ജനാക്ഷരം എഴുതിയാൽ മതിയില്ലേ? ഇപ്പൊ സ്വരാക്ഷരങ്ങൾ എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ ഹെഡിങ് വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് ഇട്ടിട്ട് അത് ബാക്കി അല്ലല്ല, ഒരു പേജ് നിറയെ സ്വരാക്ഷരങ്ങൾ തന്നെ എഴുതണം. അതാ ഞാൻ പറഞ്ഞേ, അടുത്ത പേജിലാണ്. അത്രയേ ഉണ്ടാവൂലൂ, നിങ്ങൾക്ക് ഒരുപാടൊന്നും എഴുതാൻ ഉണ്ടാവൂല അത് കേട്ടോ. ഒരു 3-4 തവണ എഴുതുമ്പോഴേക്കും ഞാൻ ഒരു പേജിൽ നിന്ന് അറിയും. പിന്നെ 2ാമത്തെ പേജില് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുന്നത് ഒരു പേജ് എഴുതുമ്പോഴേക്ക് തന്നെ പിന്നെ അത്രയും ലൈൻസ് ഉണ്ടാവുള്ളൂ. കാരണം കാക്ക അങ്ങ് റാ വരെ എഴുതണ്ടേ. ഓക്കെ, ബൈ. ബൈ മിസ്. ബൈ, സി യു.